ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എനിക്കും വലിയ സുഖക്കുറവൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോണിയുടെ 6x9 സ്പീക്കർ. 6x9 ഇതിൻ്റെ സൈസ്. 16x24 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ 3-വേ 60 വാട്ട്സ് 420 വാട്ട്സ് PMBOയും 60 വാട്ട്സ് RMSും ഉള്ള ഇതൊരു ബോക്സിലാക്കാൻ പോവാണ്. ബോക്സ് വെട്ടാനുള്ള സാധനമൊക്കെ ഇവിടെ ഉണ്ട്, എന്നാലും നമ്മളിതൊരു ബോക്സിലാക്കാൻ പോവാണ്. ആദ്യമായിട്ട് നമ്മൾ ആ ബോക്സ് എടുക്കട്ടെ. അത് നമുക്ക് ഈ മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും ചെറിയ ബോക്സാണ് മേടിച്ചിരിക്കുന്നത്. ഇതിലും ചെറിയ ബോക്സ് ഇല്ല. ഇത് നമുക്കൊരാൾക്ക് വേണ്ടിയിട്ട് ഫിറ്റ് ചെയ്യാനാണ്. അദ്ദേഹത്തിന് ഈ ബോക്സാണ് ഇഷ്ടപ്പെട്ടത്. ഞങ്ങളുടെ ടൗണിൽ നിന്ന് തന്നെ മേടിച്ചത്, നമ്മുടെ കയ്യിലുള്ളതല്ല, നമ്മൾ വേറൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. പുള്ളിക്ക് ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം, കാറെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളങ്ങനെ എടുത്തതാണ്. അപ്പം ഇങ്ങനെ ക്യാബിനറ്റ് വോക്കാബ് ആരെങ്കിലും പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ തന്നെ ആണ് 2 ക്യാബിനറ്റ്. അപ്പോൾ അതിന് അടിവശം ചേർത്ത് ഇവിടെ ഒരു സ്പീക്കർ വയർ ഇടാനൊരു ഹോളാണ് നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത്. ഇത് മതിയെന്ന് തോന്നി. ഇത് വെച്ച് ഡ്രില്ല് ചെയ്യാൻ പോവാണ്. തുളയിട്ട് ചിപ്പുട്ട് തന്നെയാണ്, ഒറിജിനൽ ചിപ്പുട്ട് തന്നെയാണ് സാധനം. നോപ്പാനൊന്നുമല്ല, ചിപ്പുട്ട് തന്നെയാണ്. അസൽ ചിപ്പുട്ട കൊള്ളാം. ചിപ്പുട്ടാകുമ്പോൾ നമ്മൾ ബാസ് കുറച്ച് ബെറ്റർ ആയിരിക്കും. ഇതിനകത്തൂടെ നമുക്ക് അത് 2 എണ്ണത്തിൻ്റെയും തുള ആദ്യം ഇടാം. ഏകദേശം ഒരേ ലെവൽ പിടിച്ചിടാം. ഇവിടെ ആയിട്ടല്ല ഇട്ടെ, അപ്പോൾ ഈ ഭാഗത്ത് മതി. ചെമ്പുട്ടാണിതും ആണ്ട പോയി. അപ്പോൾ ഇതിൻ്റെ പൊടി ഇങ്ങോട്ട് വെച്ചുകൊണ്ട് പൊടി വന്നു. അപ്പോൾ നമുക്ക് ഇനി സ്പീക്കർ പൊട്ടിക്കാം. സ്പീക്കർ നമ്മൾ കമ്പനിയുടെ സീലൊക്കെ ഉണ്ട്, അതൊക്കെ പൊട്ടിച്ച് ആദ്യം നമുക്കൊരു വയറുണ്ട്, സ്ക്രൂ ഉണ്ട്. ഇത്രയും സ്ക്രൂ ഉണ്ട്, നീളത്തിലുള്ള നല്ല സ്ക്രൂ ആണ്. വയറ് സീൽഡാണ്. നമുക്കിത് പൊട്ടിക്കണം. ഡോക്ടർമാർ ഉപയോഗിക്കുന്ന കത്തിയാണിത്. സർജിക്കൽ ബ്ലേഡ് എന്ന് പറയും. ഡോക്ടറായില്ലെങ്കിലും സർജിക്കൽ ബ്ലേഡ് ഉപയോഗിക്കാനുള്ള ഭാഗ്യം എനിക്കിന്ന് വന്ന് ചേർന്നിരിക്കുക. ഞാൻ ഇത്രയും വയറുണ്ട് ഇതിൻ്റെ കൂടെ, നല്ല നീളമുണ്ട്. നമുക്ക് ആദ്യം ഒരു വയർ പുറത്തിടാം. ഇപ്പം നമ്മളിട്ട തുള മതിയാവുമെന്ന് നമുക്കറിയണ്ടേ. അതിനുവേണ്ടി നമുക്ക് വയറകത്തുനിന്ന് വേണം ഇടാൻ. അകത്തുനിന്ന് വേണം ഇടാൻ. അതുകൊണ്ടല്ല, മറ്റൊന്നും കൊണ്ടല്ല. ഇതുപോലെ 2 പിന്നുണ്ട് നമ്മുടെ സ്പീക്കറിന് കുത്താൻ. എന്നാ ക്വാളിറ്റി വയർ സൂപ്പറായിരിക്കും. പിന്നെ ഫ്ലെക്സിബിൾ വയറാണ്. നമ്മളിട്ട തുള കൃത്യമാണ്. ആ തുളയിലൂടെ നമ്മുടെ വയറ് വരും. വയറ് വന്നു. ഇനി ആ സ്പീക്കർ വെക്കണം. പിന്നെ ഇതിനകത്ത് ഇച്ചിരി ഊളൊക്കെ വെക്കുവാണെങ്കിൽ നല്ലതാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ചിപ്പുട്ടായതുകൊണ്ട് ഊളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഇത്രയും വയറ് ഇതിനകത്തൂടെ കടത്തി. ഇതിപ്പോൾ നമ്മൾ പൊക്കി സ്പീക്കർ എടുത്താലും ഇത്രയും വയർ ഇവിടെ കിടന്നോട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതോ അത് മതി. അപ്പോൾ ഞാൻ ഗ്ലൂ ഇടുവാണ്. ഗ്ലൂ ഇട്ട് പശ വിട്ട് ആ ഹോള് ഞാൻ അടയ്ക്കുവാണ്. വയറിട്ട ഹോള്. കാരണം എയർ അതിലെ പോലും തള്ളണ്ട. അതാണ് നമ്മുടെ ഒരു
ഉദ്ദേശം. നമുക്ക് നല്ല ബാസ് കിട്ടാൻ വേണ്ടി അവിടെ നമ്മൾ ഗ്ലൂ ഇട്ടു. ഗ്ലൂ ഇട്ട് കഴിയുമ്പോൾ നമുക്കതിൽ കുഴപ്പമില്ല, ഗ്ലൂ ഇട്ടു. ആ ഗ്ലൂ ഒന്ന് ഉണങ്ങിക്കോട്ടെ. ആ സമയത്ത് നമുക്ക് അടുത്ത വയറിടാം. അടുത്ത പെട്ടി നമ്മൾ തുളയിട്ട് വെച്ചിരിക്കുകയാണ്. ആ തുളയ്ക്കകത്തൂടെ നമ്മൾ അടുത്ത വയറിടുന്നു. ഇതാണ് അടുത്ത വയറ്. ഈ വയറിൻ്റെ ഗേജല്ല, അതിൻ്റെ ആ റബ്ബറിൻ്റെ ആ മെറ്റീരിയൽ, ആ എന്നാ പറയുന്നത്, അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി, അത് കൈ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്. ഇവിടെ എന്നാ വയറ് എത്ര രൂപയുടെ ഫിനോലെക്സിൻ്റെ വലിയ വയർ മേടിച്ചാൽ പോലും ഇതുപോലൊരു വയറില്ല കേട്ടോ. ഭയങ്കര ലെവലാണ്. ഇത് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് ഇതിനും. ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ കറുത്ത വരെയുള്ളതാണ് നെഗറ്റീവ്. അപ്പോൾ ചെറുതായിരിക്കും, പിന്ന് ചെറുതായിരിക്കും, ഈ പിന്ന് വലുതായിരിക്കും. ഇത് ലോക്കാണ്. കയറ്റി കഴിയുമ്പോൾ കുത്തി കഴിയുമ്പോൾ ലോക്കാവും. അപ്പോൾ ഇതിനും നമ്മൾ അതുപോലെ തന്നെ ഗമ്മിടണം. പിന്നെ നമ്മൾ ഇങ്ങനെ വയറ് ഒരു ഇത്ര അങ്ങോട്ട് ഇട്ടു. സ്പീക്കർ നമുക്ക് പൊക്കിയെടുത്ത് ഊരാനൊക്കെ ഒരു സൗകര്യത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുണ്ട്. പശ ഉണങ്ങിക്കോട്ടെ. അന്നേരത്തേക്ക് നമുക്ക് സ്പീക്കർ എടുക്കാം. സ്പീക്കർ, ഒരു സ്പീക്കർ, 2 സ്പീക്കറാണ് ഇതിനകത്ത് വരുന്നത്. ഇത് ഗ്രില്ലുള്ള ടൈപ്പാണ്. ഇത് കണ്ടോ, ഇതിനകത്ത് നിന്ന് വാറണ്ടി പേപ്പർ കിട്ടിയിട്ടുണ്ട്. സ്പീക്കർ പൊട്ടിച്ചെടുക്കുമ്പോൾ മസ്റ്റായിട്ട് ഈ വാറണ്ടി പേപ്പർ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. ഓക്കെ. നവംബർ 2026 വരെ എന്നാണ് വാറണ്ടി കാണിച്ചിരിക്കുന്നത് ഇതിൽ. പക്ഷേ അതങ്ങനെ നോക്കേണ്ട കാര്യമില്ല. നവംബർ 2026 എന്ന് എഴുതിയാലും നമ്മൾ എന്നാണോ ഈ സ്പീക്കർ വാങ്ങുന്നത് അതിൻ്റെ ഒറിജിനൽ ബില്ല് കീപ്പ് ചെയ്യണം. ഒറിജിനൽ ബില്ലുണ്ടെങ്കിൽ മാത്രമേ വാറണ്ടി കിട്ടുകയുള്ളൂ. GST ബില്ല് വേണം, GST ബില്ല്. എന്നായാലും പേപ്പറെ കുറിച്ച് മേടിച്ചോണ്ടോ കുറിച്ച് മേടിച്ചോ തുണ്ടയിലോ പേപ്പറിൽ എഴുതി മേടിച്ചാലൊന്നും പറ്റിയില്ല. GST നമ്പറുള്ള, GST ടാക്സ് അടച്ച ഒറിജിനൽ ബില്ലുണ്ടെങ്കിൽ മാത്രമേ സോണി നിങ്ങൾക്ക് വാറണ്ടി തരുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. GST ബില്ല് വേണം. ആരോട് മേടിച്ചാലും അത് ചോദിച്ച് മേടിക്കണം. എങ്കിൽ മാത്രമേ ഇത് ജെന്യൂൻ ആണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ആദ്യം ഈ സ്പീക്കർ ഇതുണ്ടോ, ഹായ്, നല്ല പ്ലാസ്റ്റിക് പോലത്തെ സാധനമാണ്. നമുക്ക് വാഷ് ചെയ്യാവുന്ന സാധനമാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവനെ നമുക്ക് ലെഫ്റ്റിലോ റൈറ്റിലോ ഇത് കണ്ടോ എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചോളൂ. ഇതുണ്ടോ, സോണി മെയ്ഡ് ഇൻ വിയറ്റ്നാം ആണ്. ഇമ്പിഡൻസ് 4 ohms ആണ്. വിയറ്റ്നാം ആയിട്ടുള്ള ഒറിജിനൽ സ്പീക്കറാണ്. ഇതിന് സീരിയൽ നമ്പറൊക്കെ ഉണ്ട്, 84. ഈ സീരിയൽ നമ്പരും ഈ വാറണ്ടി പേപ്പറിലെ നമ്പരും ഒന്നായിരിക്കണം. നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ വായിക്കാം. ഈ വാറണ്ടി പേപ്പറിൽ നമ്പർ 1925-084, 1925-084. ഇതാണ് ഒറിജിനൽ കളി. ഇങ്ങനെയാണ് മക്കളെ. വാറണ്ടി പേപ്പറിലെ സീരിയൽ നമ്പരും ഇതിലെ സീരിയൽ നമ്പരും ഒന്നായിരിക്കണം. അല്ലാതെ എവിടെന്നെങ്കിലും മേടിച്ചിട്ട് സോണി ഞങ്ങൾക്ക് വാറണ്ടി തന്നില്ല, സോണി കമ്പനി പറ്റിച്ചു, ചള്ള് സ്പീക്കറായിരുന്നു. ഇന്നൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു TV21 ബാസില്ല, ഒട്ടും ബാസില്ലെന്ന് പറഞ്ഞു. നിങ്ങളുടെ അടുത്ത് നിന്ന് മേടിച്ചതാണ് ബാസില്ലെന്ന്. ഞാൻ സാറ് കൊടുത്ത ഊഫറിൻ്റെ ആയിരിക്കും. പിന്നെ ഞാൻ JBL ഊഫർ ഒരെണ്ണം മേടിച്ചു കൊടുത്തു, ബാസില്ല. എന്നിട്ട് ഞാൻ വീണ്ടും വേറൊരു കടയിൽ പോയി വീണ്ടും ഒരു JBL മേടിച്ചു, അതിനും തീരെ ബാസില്ല. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ, TV21 ബാസ് ഉണ്ടോ ഇല്ലയോ എന്ന് അയാൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണേ. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യും, സാർ ഇങ്ങോട്ട് ആ ബാസ് ഞാൻ കേൾപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വളരെ ദൂരെയാണ്, എനിക്ക് വരാൻ സമയമില്ല എന്ന് പറഞ്ഞു. അത് വേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഒറിജിനലായിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഇത് മേടിക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, വാറണ്ടി പേപ്പറിൽ ഇതേലും സീരിയൽ നമ്പർ നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് സത്യസന്ധമായ ബിസിനസ്. അപ്പം ഇത് ചെറുത് ഇവിടെ നെഗറ്റീവ് കുത്തുക. നെഗറ്റീവ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. നെഗറ്റീവ് കുത്തുക, ലോക്കാവും. ലോക്കായി. ഇനി ഇത് ഊരിയല്ല. അതുപോലെ ഇത് പോസിറ്റീവ് കുത്തുക, ലോക്കാവും. ഇനി തിരിച്ച് ഊരണേൽ ആ ലോക്ക് നമ്മൾ റിലീസ് ചെയ്യുക, കവറിങ് ഇടുക. നമ്മുടെ ഗ്ലൂ ഗൺ ഇട്ടത് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിവനെ എങ്ങനെ വേണേലും ഇങ്ങനെ വേണേൽ വെച്ചേക്കാം. ഇങ്ങോട്ട് സോണി എന്നുള്ള എഴുത്ത് വെച്ചു. പിന്നെ ഇതിൻ്റെ ഗ്രില്ല് ഇതാണ്. ഗ്രില്ലിരിക്കുന്നിടത്തോട്ട്
വെച്ചാലും എങ്ങനെ വെച്ചാലും താഴത്തെ ഇതും സോണി ഈ ഒരു സോണിയെ നമ്മൾ കാണുകയുള്ളൂ. നമുക്ക് ഇങ്ങനെ വെക്കാം അല്ലേ? അതോ ഇങ്ങനെ താഴോട്ട് സോണി വരുന്നതിന് നല്ല മേളിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് വായിക്കുന്നതല്ലേ? അങ്ങനെ നമുക്ക് വെക്കാം. സോണി വെച്ചു. ഇനി അടുത്ത സ്പീക്കർ, അതും അതുപോലെ തന്നെ അതിൻ്റെ സീരിയൽ നമ്പർ ഇവിടെ ഉണ്ട്. 1925 084 1925 084. അപ്പോൾ സെയിമാണ്, രണ്ടും ജെന്യൂനാണ്, കമ്പനി തന്നെ തന്നതാണ്, അല്ലാതെ ഉടായിപ്പല്ല എന്നതിൽ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയേ കാർ സ്പീക്കർ ആണെങ്കിലും ഏത് സാധനം മേടിച്ചാലും അതിൻ്റെ സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ വാറണ്ടി ഇല്ലാത്ത ഐറ്റംസിൻ്റെ കാര്യം പറയണ്ട. ഇത് വാറണ്ടി ഉള്ള ജെന്യൂൻ സാധനത്തിന് വാറണ്ടി കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മേടിക്കുക. പിന്നെ എവിടെയെങ്കിലും 10-200 രൂപ കുറച്ച് കിട്ടിയാൽ അന്നേരം പോയി മേടിക്കാനുള്ള മനസ്സന്ധി ഉള്ളവർ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഉടായ്പ സാധനം മേടിക്കുക, പോയി കഴിയുമ്പോൾ ഫോൺ വിളിച്ചാൽ മതി. ഞാൻ വയ്ക്കല്ല, മനസ്സിലായോ? അപ്പോൾ സൗണ്ട് കിട്ടുന്നില്ല, എഫക്റ്റ് കിട്ടുന്നില്ല, നിന്ന് വിളിച്ച പുള്ളിയെ പോലെ വിളിച്ചാൽ മതി. JBL നിന്ന് അടിച്ച് ഞാൻ ഈ സോണിയുടെ സ്പീക്കറിൻ്റെ കച്ചവടം തുടങ്ങിയത് തന്നെ ഈ JBLൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം മേടിച്ചുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വരുന്ന കണ്ടോണ്ടാണ്. മനസ്സിലായില്ലേ? അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ മേടിച്ചത്. അപ്പം ഇങ്ങനെ തന്നെ ഒരേപോലെ തന്നെ രണ്ടും ചെയ്തു. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഇത് വെക്കുമ്പോൾ ഇത് താഴെ ഇങ്ങനെ ഇത് പെട്ടിയിരിക്കാനുള്ള ഒരു സ്ഥലം നോക്കിക്കോണം. എന്നിട്ട് വേണം ഇത് സ്ക്രൂ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇനി സ്ക്രൂ ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ സ്ക്രൂ ഒക്കെ നേരത്തെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കമ്പനി സ്ക്രൂ സഹിതമാണ് തന്നിരിക്കുന്നത്. ആ സ്ക്രൂവിൻ്റെ നീളവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. കണ്ടിട്ടില്ല, ഒന്നുകൂടെ ഞാൻ കാണിക്കാം. ഇതാണ് സ്ക്രൂവ്. ഉണ്ടല്ലോ, നല്ല ഒന്നാമതൊരു സ്ക്രൂവാണ്. ഒരെണ്ണത്തിന് 4 എണ്ണം വരും. ഇത് കറക്റ്റാണെന്ന് നോക്കട്ടെ, കറക്റ്റാണ്. നമ്മൾ പിടിക്കുക, പിടിച്ചു കൊടുക്കുക. അത് സ്പീക്കർ മുറുകി. രണ്ട് സ്ക്രൂ മുറുകി. അതുപോലെ അടുത്ത് ഇടുവാണ്. മൂന്ന് സ്ക്രൂ മുറുകി. ഒരു സ്പീക്കറിൽ 4 സ്ക്രൂ ഉണ്ട്. കറക്റ്റ് നല്ല സീറ്റിംഗ് ആയി. നമ്മുടെ ഒരു സ്ക്രൂ താഴേക്ക് പോയിട്ടുണ്ട്. അവനെ ഞാനൊന്ന് തപ്പിയെടുക്കാം. താഴെ പോയ സ്ക്രൂ എടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇടുകയാണ്. ഈ സ്പീക്കറിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഊഫർ, ഈ നടുക്ക് കാണുന്നത് മിഡ് റേഞ്ച്, ഈ മണ്ട കാണുന്നത് ട്യൂട്ടർ. അങ്ങനെ 3 വേ ആണ് ഈ സ്പീക്കർ. ഇപ്പോൾ വയറും എല്ലാം കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ഒരു ഹോം തിയേറ്റർ ഒന്ന് കൊടുത്തു നോക്കാം. നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഹോം തിയേറ്റർ നമുക്കൊന്ന് കൊടുത്തു നോക്കാം, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഈ വയറിൻ്റെ ഇൻസുലേഷൻ കളയുകയാണ്. അപ്പം ഇൻസുലേഷൻ കളഞ്ഞ് ഇച്ചിരി ലെഡൂടെ ചെയ്താൽ ഇതൊക്കെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ സർവീസ് ഇപ്പം നമ്മൾ പുതിയതായിട്ട് എടുക്കാത്തത് പലതും എടുക്കാൻ മടിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നേരത്തെ ഇരിക്കുന്ന പലരുടെയും സെറ്റുകളും കൂടെ തീർക്കാനുണ്ട്.
തീർന്നു കഴിഞ്ഞ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാലോ. അതൊക്കെ കൊണ്ടാണ് നമ്മളിപ്പോൾ പുതിയ ഈ സെറ്റുകളൊക്കെ, ഈ പഴയ ഒത്തിരി പൊടികളും അതും ഇതും വർഷങ്ങളായിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ അഴിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആരോഗ്യപരമായ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് മാസ്കൊക്കെ വെച്ച് വളരെ പതുക്കെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ദിവസം ഒത്തിരി സെറ്റൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് അതാണ് നമ്മൾ ചിലപ്പോഴൊക്കെ ഇച്ചിരി താമസിക്കുന്നത്. നമ്മൾ നമുക്കിവിടെ വന്നിരിക്കുന്ന മുഴുവൻ സെറ്റുകളും 2, 3, 4 പേര് നോക്കിയ സെറ്റുകളും കമ്പനിക്കാർ ഉപേക്ഷിച്ച സെറ്റുകളും. ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന സെറ്റുകൾ പലതും സോണിയാണ്, സോണിയുടെ കമ്പനി, ഓരോ കമ്പനിക്കാരും ഉപേക്ഷിച്ച സെറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെങ്ങനെയെങ്കിലും കയ്യെ പിടിച്ച് ഈ സാധനം നമ്മളെ ഏൽപ്പിച്ചതിന് ശേഷം 2 ദിവസം കഴിയുമ്പോൾ ഇത് ഉണ്ടാക്കിയ കമ്പനിക്കാരനേക്കാളും ഇതിനു മുമ്പ് നന്നാക്കി ഇവർക്ക് നശിപ്പിച്ച മെക്കാനിക്കുകളെക്കാളും ഉത്തരവാദിത്തം എനിക്കാന്നുള്ള രീതിയിൽ ചില വ്യക്തികൾ, വളരെ അപൂർവമുള്ളൂ കേട്ടോ, 100ക്ക് ഒരാളോ 2 ആളോ പെരുമാറുന്നുണ്ട്. അതൊന്നും നമുക്ക് നല്ലതല്ല. നമുക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ സാധനം ചെയ്തു തരാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളെ ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടും വിളിച്ച് പ്രഷർ തരിക എന്ന് പറയുന്നത് വളരെ മോശം ഇടപാടാണ്. അങ്ങനെയുള്ളവർക്ക് അവരുടെ സെറ്റുകൾ വന്നെടുത്തോണ്ട് പോകാം. ഞാൻ കൊറിയർ തിരിച്ചയക്കുക പോലും ഇല്ല, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ടൈം തരിക, പറ്റുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. ഞാൻ ടൈം അനുസരിച്ച് ഓരോരുത്തരുടെയും സെറ്റ് നോക്കിയാണ് വരുന്നത്. പറ്റുകയില്ലാത്തത് മാത്രമാണ് നമ്മൾ ഇന്നും ഞങ്ങൾ കുറേ സെറ്റുകൾ ചെയ്തു റെഡിയാക്കി. എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോ ഇടാനൊന്നും സമയമില്ലാത്തതുകൊണ്ടാണ്. വീഡിയോ ഒക്കെ ഇടുന്നു കഴിഞ്ഞാൽ നമുക്ക് സെയിലുള്ള സാധനങ്ങളുടെ കൂടുതൽ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ നന്നാക്കുന്ന പഴയ സെറ്റിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ട് കാണുന്നവർക്കൊന്നും വലിയ താല്പര്യമില്ല. കുറേ മെക്കാനിക്കൽ വന്നിട്ട് അതിൻ്റെ അടിയിൽ വന്ന് അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു ഒക്കെ കുറേ കമൻ്റ് ഇടുമെന്നുള്ളതല്ലാതെ വലിയ പറയാനൊന്നും ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ ഈ സെയിലിൻ്റെയും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചുള്ളതൊക്കെ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതും ഇഷ്ടപ്പെടാത്തവരുണ്ട്. പിന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടൊരു കാര്യവും നടക്കത്തില്ലല്ലോ. ഇത് കണ്ട് ഇതിലൊരു കറുത്ത വരയുണ്ട്. കറുത്ത വരയുള്ളത് നെഗറ്റീവ് കൊടുക്കുക. ഇപ്പോൾ വെള്ളയായിട്ടുള്ളത് പോസിറ്റീവ്, കറുത്ത വരയുള്ളത് നെഗറ്റീവ്. ഈ ഗ്രേയിൽ കറുത്ത വരയുള്ളത് നെഗറ്റീവ്. അപ്പോൾ നമ്മൾ സബ്വൂഫർ ഇതിന് കൊടുക്കുന്നില്ല. സബ്വൂഫർ ഇല്ലാതെ ഈ സാധനം നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, അങ്ങനെ വെച്ചുകൊണ്ട് പ്ലേ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ അങ്ങനെ 2 സ്പീക്കർ സെറ്റ് ചെയ്തു. നമ്മൾ TV21 ആണ് നമ്മളിത് കണക്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് പ്ലേ ചെയ്തേക്കാം. പ്ലേ ചെയ്തോളൂ, പ്ലേ ചെയ്തു. എൻ്റെ എഫക്റ്റ് അപ്പോൾ ഇത് മാത്രമാണേലും നമുക്ക് കാര്യങ്ങളെല്ലാം നടക്കും. ഓക്കെ, ശരി. പ്ലസ് TV ഇത് പാനൽ പോയതല്ലായിരുന്നു, ബാക്ക് ലൈറ്റ് പോയതുള്ളായിരുന്നു കേട്ടോ. ബാക്ക് ലൈറ്റ് പോയതുള്ളായിരുന്നു. പ്ലസിൻ്റെ 43 ഇഞ്ച് TV ആണ്. ഇത് ബോർഡ് പോയാലും പാനൽ പോയാലൊക്കെ കാണിച്ചിരുന്ന. ബാക്ക് ലൈറ്റും ബോർഡിൽ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു, റിപ്പയർ ചെയ്തെടുത്താൽ വലിയ കുഴപ്പമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രെയിംലെസ് TV ആണ്. അപ്പോൾ ഒന്ന് കാണിച്ചെന്ന് മാത്രം. OnePlus